സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചില സ്റ്റോറികളിൽ പറഞ്ഞ ചില വിശദാംശങ്ങളുണ്ട്. അതെല്ലാം ശരിയാണെന്നുള്ളത് വന്നിരിക്കുക. ഞാൻ പറഞ്ഞു, ഈ മമ്മൂട്ടി സിനിമയുമായി ബന്ധപ്പെട്ട് അതിനെതിരെ മമ്മൂട്ടിക്കെതിരെ പരാമർശം നടത്തിയിട്ടുള്ള കുപ്രസിദ്ധനായ ഒരു വ്ളോഗറോ അടിയിട്ട് തന്നെ കുഴപ്പമുണ്ടെന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷെ അവനെ വിളിച്ചിരുത്തി അവനെ അടിച്ചു എന്ന് ആ വീഡിയോയിലൂടെ അവകാശപ്പെടുകയും അതൊരു ഓൺലൈൻ മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാണ് അലൻ ജോസ് പെരേര. അവന്റെ കൂടെ ഒരു കുളിക്കാത്ത ഒരു ആട്ടയം അഭിലാഷ് എന്നൊക്കെ പറയുന്ന രണ്ട് സാധനങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവന്മാരെ ഓഫ് ദ റെക്കോർഡിൽ രണ്ടെണ്ണം കൊടുത്തു. അത് കഴിഞ്ഞിട്ടും മനാഫ് എന്ന് പറയുന്ന ആലുവക്കാരനായിട്ടുള്ള ഒരുത്തൻ അതിൽ സംസാരിച്ചപ്പോൾ ഞാൻ അന്നേ പറഞ്ഞു, ഇവൻ ക്രിമിനലാണ്. അത് ഒരാഴ്ച മുമ്പാണ്. ഇവൻ ക്രിമിനലാണ്, ഇവന് SDP എന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. സത്യമാണെന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ആലുവ എന്ന് പറയുന്നത് SDP NDF പോപ്പുലർ ഫ്രണ്ടുകാരുടെ കേന്ദ്രമായിരുന്നു. NIA 2022 അവസാനം ആ റെയ്ഡ് നടത്തുകയും ആളുകളെ പിടിക്കുകയും ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചത് ആലുവയിലാണ്. കേരളത്തിൽ ആലുവയും ഈരാറ്റുപേട്ടയാണ് ഇവരുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ. ഇപ്പം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ. പക്ഷേ ആലുവയും ഈരാറ്റുപേട്ടയും കേന്ദ്രീകരിച്ചാണ് ഇവരുടെ ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവിടെ എന്തും ഇവരാണ് അവിടുത്തെ അന്തിമമായി എല്ലാ വിഷയത്തിലും തീരുമാനം എടുക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആവട്ടെ, ബാക്കിയാവട്ടെ, പെണ്ണ് കേസാവട്ടെ, കുടുംബ പ്രശ്നങ്ങളാവട്ടെ, എല്ലാം ഇവരുടെ ഞെട്ടിക്കലിനനുസരിച്ച് ആളുകൾ പേടിച്ച് കിടന്നൊരു ഗതികളുണ്ട്. പക്ഷെ നമ്മൾ ഈ ക്രിമിനലുകളൊന്നും ഭയപ്പെടുന്നില്ല. ഇപ്പം ഈ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ ടർബോ ജോസ് എന്ന് കണ്ടാണ് അതിന്റെ കഥാപാത്രം. ഞാൻ സിനിമ കാണാൻ പോയിട്ടില്ല, പോണെന്ന് കരുതുന്നു. ഓക്കെ, സിനിമ കുറെ കാലമായിട്ട് കാണാറില്ല, കാണാൻ തുടങ്ങണമെന്ന് എഴുതിയിട്ടുള്ള ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ നടന്നില്ല. ഇത്രയും ദിവസമായിട്ടൊന്നും കാണാൻ പോയിട്ടില്ല. എല്ലാ സിനിമകളും കാണണം, ഫിലിം റിവ്യൂ വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാനങ്ങനെ ഫിലിം റിവ്യൂ പണ്ടൊക്കെ ഫേസ്ബുക്കിൽ എഴുതുമായിരുന്നു. പിന്നീട് എന്റെ ഭാര്യയെ പറ്റിയ പിരിയുന്നതിന് മുമ്പ് അവള് ചില സിനിമകൾ കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണമെന്ന് പറയും. ഞങ്ങൾ തമ്മിൽ ഇതിനെക്കുറിച്ച് മണിക്കൂറുകളോളം ഞാൻ ഗൾഫിലാവുമ്പോൾ ഞങ്ങൾ ഫോണിൽ കൂടി സംസാരിക്കാറുണ്ടായിരുന്നു. വളരെ എന്താ പറയുക, എനിക്ക് വീട്ടിലെ ഏറ്റവും ഉദാഹരണമായിട്ടുള്ള ഫിലിം റിവ്യൂസിൽ ഒന്നായിരുന്നു ഞങ്ങൾ തമ്മിൽ നടത്തിയിരുന്നെന്ന് കരുതുന്നുണ്ട്. പിന്നീട് എന്താ പല കാരണങ്ങൾ കൊണ്ട് അത് പിരിയേണ്ടി വന്നു. പക്ഷേ ഈ ടർബോ എന്ന് പറയുന്ന സാധനം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ വണ്ടി മലയാളത്തിൽ ഞാനെടുത്ത് പരിശോധിച്ചപ്പം അതിന്റെ ട്രാൻസ്ലേഷൻ എടുത്ത് നോക്കിയപ്പം വണ്ടിയുടെ വേഗത കൂട്ടുന്ന ഒരു സംവിധാനമാണ്. അതായത് വയാഗ്രയുടെ വേറെ രൂപം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ വേഗത കൂട്ടാനല്ല, ടൈമിംഗ് കൂട്ടാനാണ്, വേഗത കുറയ്ക്കാനാണ് എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലുള്ള പേരാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അതൊന്നും മൂപ്പര് പരിധിപ്പെടുന്ന കാര്യമല്ല. പക്ഷെ സിനിമയുടെ പേരിടുന്നതിനകത്തും സിനിമയുടെ ബാക്കിയുള്ള നടിമാരെ കാസ്റ്റ് ചെയ്യുന്നതിനകത്തും ഒക്കെ പുള്ളി ഇടപെടാറുണ്ടെന്നുള്ളത് സത്യമാണ്. കാരണം ഇപ്പോൾ ഉഷ എന്ന് പറയുന്ന പഴയ നടി മമ്മൂട്ടിക്കെതിരെ ആരോപണമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇദ്ദേഹത്താൽ കോർണർ ചെയ്യപ്പെട്ടിട്ടുള്ള പല ആളുകളും പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും. നടൻ മുരളി പോലും അമരത്തിലെ അച്ചൂട്ടിയായിട്ട് ഇദ്ദേഹം അഭിനയിക്കുമ്പോൾ അശോകന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് നല്ല ബന്ധമുണ്ടായിരുന്നു. മുരളി അവസാനം മമ്മൂട്ടിയോട് മിണ്ടാണ്ടേ ഒഴിവാക്കി. അങ്ങനെ ഒരാളൊരു ദിവസം സുപ്രഭാതത്തിൽ അത്രയും അടുത്ത സുഹൃത്തായിരുന്ന, അത് മാത്രമല്ല മുരളി കള്ളുകുടിച്ചതിന്റെ ബില്ല് വരെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ കള്ളുകുടിച്ചിട്ട് മദ്യപിച്ചതിന്റെ ബില്ല് ഞാൻ കൊടുത്തത് മുരളിയുടെ ബില്ലാണ് എന്നുള്ളത് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളിൽ. അങ്ങനെ പറഞ്ഞ ഒരാൾ, അങ്ങനെ കൊടുത്ത ഒരാൾ, അയാളുമായിട്ടുള്ള ബന്ധം എനിക്കിനി വേണ്ട എന്ന് മുരളിയെ പോലെ വളരെ നിലപാടുള്ള ഒരു മനുഷ്യൻ, സത്യസന്ധനായ ഒരു മനുഷ്യൻ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മമ്മൂട്ടിയെ സ്ട്രോങ് എന്നുള്ളത് പറയേണ്ടി വരും. അതിന് വലിയ ചില കാരണങ്ങളുണ്ടോ? ഇയാളുടെ സ്വഭാവമായിട്ട് ഇയാളുടെ രീതികളായിട്ട് എനിക്ക് ഒത്തുപോകാൻ പറ്റില്ല എന്നുള്ള തോന്നൽ വന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ മുരളി. എന്താ കാരണം എന്ന് എനിക്ക് അറിയില്ല എന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടില്ല. കാരണം ഇത് തന്നെ ആയിരിക്കുമല്ലോ. മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ എറണാകുളം ജില്ലാ കുണാണ്ടറാണ് ഈ മനാഫ് ആലുവ. ഞാൻ പറഞ്ഞല്ലോ, ഒരു SDP മൈൻഡുള്ള ഒരാളാണ്. ആൾക്കൂട്ട വിചാരണയും സദാചാര പോലീസിംഗും ഒക്കെ അവരുടെ പരിപാടിയാണ്. അവർ സാധാരണ ഇതിൽ ചെയ്യുന്ന രീതിയാണ്. പണ്ട് മങ്കടയിൽ 2 സ്ത്രീകളെ പിടിച്ച് മുട്ടയടിച്ചു. പിന്നെ പല സ്ഥലത്തും ആൾക്കാരെ വെട്ടിക്കൊന്നു. പട്ടികളെ വെട്ടിയിട്ട് മനുഷ്യനെ വെട്ടാൻ പരിശീലിച്ചു. അങ്ങനെ ആ പരിശീലനം ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ജോസഫ് മാഷ കൈവെട്ടി. ഇതൊക്കെ ചെയ്ത ആൾക്കാരാണ് പോപ്പുലർ ഫ്രണ്ടുകാർ. അങ്ങനെയുള്ള ടീമിൽപ്പെട്ട ക്രിമിനൽ മൈൻഡുള്ള ഒരുത്തരാണ് മനാഫ് ആലുവ. അവര് ഈ ടർബോ എന്ന് പറയുന്ന സിനിമ വിജയിച്ചതിന്റെ ഭാഗമായിട്ട് ആലുവയിൽ ഒരു ആഘോഷ പരിപാടി തിയേറ്ററിൽ വെച്ചിട്ട് തിയേറ്ററിന്റെ കോമ്പൗണ്ട് ഉള്ളിൽ സംഘടിപ്പിച്ചു. അതിനകത്ത് പങ്കെടുത്തത് മുഴുവൻ ഗുണ്ടാ ടീമിൽപ്പെട്ടവരായിരുന്നു. ഈ മനാഫ് 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് എന്നാണ് ന്യൂസ് 18 ചാനൽ ഔദ്യോഗികമായിട്ട് വീഡിയോ സഹിതം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേറൊന്ന്, അതിനകത്ത് തമ്മനം ഫൈസൽ എന്ന് പറഞ്ഞ ആളാണ് അതിനകത്ത് പങ്കെടുത്തിട്ടുള്ളത്. അവനും അറിയപ്പെടുന്ന ഒരു ഗുണ്ടാ നേതാവാണെന്നുള്ളതാണ്. ഇനിയിപ്പോ ഈ തമ്മനം ഫൈസലിനെയും ഈ മനാഫ് ആലുവയൊക്കെ വെച്ചിട്ട്, കാരണം എന്റെ സ്റ്റോറി മമ്മൂട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളത് എനിക്കറിയാം. മമ്മൂട്ടിക്കെതിരെ ചെയ്തിട്ടുള്ള സ്റ്റോറി അത് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടതാണ്. ഞാൻ എന്റെ പേജിൽ തന്നെ ചെയ്തതാണ്. അതിന്റെ ഭാഗമായിട്ട് ഇവരെയൊക്കെ വെച്ച് കൊട്ടേഷൻ കൊടുത്തിട്ട് നമ്മളെന്തെങ്കിലും ആക്കുന്നുള്ളത് ആലോചിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഒന്നുകളാണെങ്കിൽ പ്രശ്നമില്ല.
വല്ല കോമാ സ്റ്റേജിലൊക്കെ ആക്കി കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് വലിയ ഗതിയില്ലാത്ത എനിക്ക് എന്റെ ബാക്കിയുള്ള സഹോദരങ്ങൾക്കോ ബാക്കിയുള്ളവർക്കോ സിബ്ലിങ്സിനോ ഒക്കെ ബുദ്ധിമുട്ടാവുമല്ലോ എന്നുള്ള വിഷമം എനിക്കുണ്ട്. പക്ഷെ അത് ഇതിന് മിണ്ടാണ്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ പറയുക, നമ്മളിപ്പോൾ കോമാ സ്റ്റേജിലൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് പോകുന്നതിന്റെ ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കറണ്ട് അടുപ്പിക്കണമെന്ന് എഴുതി കഴിഞ്ഞാൽ സ്വിച്ച് ഇടാൻ പോലും നമ്മളെ കൈയാണെങ്കില്ല ചിലപ്പം കോമാ സ്റ്റേജിലായി കഴിഞ്ഞാൽ ബ്രെയിനിലത്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ചാവുന്ന പറയാൻ കിടക്കുക, മറ്റുള്ളവർക്ക് ബാധ്യതയാണ്. അതിൻ്റെ അകത്തുള്ള വിഷമമുണ്ട്. പക്ഷെ എന്നാലും തോറ്റു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ ഇവിടെ നാട്ടുപുറത്ത് തട്ടുകടയിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുക. ഞാൻ ലഞ്ച് കഴിക്കുന്നതും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതൊക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല, ലഞ്ചും പിന്നെ ഡിന്നറും മാത്രമേ ഉള്ളൂ. തട്ടുകടയിൽ നിന്നാണ് കൂടുതലും കഴിക്കുക. പിന്നെ ഡിന്നർ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വല്ല അൽഫാമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുമ്പം പിന്നെ വേറെയുള്ള ഹോട്ടലുകളിൽ നിന്ന് ഫോൺ ചെയ്ത് വരുത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുമ്പോൾ. മറ്റേത് ഉച്ചയ്ക്ക് ചിലപ്പോൾ കഞ്ഞി അല്ലെങ്കിൽ നാടൻ ചോറൊക്കെ കിട്ടുന്ന കടകളുണ്ട്. പിന്നെ വള്ളത്തോൾ ജംഗ്ഷനിലുണ്ട് അങ്ങനത്തെ 1-2 കടകൾ, പടമുകളിലുണ്ട്. ഒക്കെ റോഡ് സൈഡിൽ ഫാന് പോലും ഇല്ല. അങ്ങനെയില്ല, ചൂടുകാലത്ത് പോയിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് വേർക്കും, ഫാന് പോലും ഇല്ല. പക്ഷെ എന്താ വെച്ചാൽ നാടൻ ഭക്ഷണം കിട്ടും, വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കിട്ടും. ഈ പടമുകളിലുള്ള കടയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു തേക്കും കൂടി നടത്തുന്നത്. അവരുടെ മക്കള് ഉച്ചയ്ക്ക് അവിടെ നിന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്, മോൻ ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പം ഈ അവരുടെ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുമ്പം ആ ഭക്ഷണത്തിന് സുതാര്യതയുണ്ട്, വിശ്വാസ്യതയുണ്ട്, അത് പിന്നെ സേഫാണ് എന്നുള്ളതുകൊണ്ടാണല്ലോ അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ആ ഭക്ഷണമാണ് നമുക്ക് തരുന്നത്. ഇപ്പൊ ഈ വള്ളത്തോൾ ജംഗ്ഷനിലുള്ള കടയാണെന്നുണ്ടെങ്കിലും പിന്നെ അതും 2 ഇക്കമാരും ഒരു പിന്നെ ഇത്തയും കൂടിയാണ് അത് അവിടെ വിളമ്പലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആരാണ് നടത്തുന്നത് എനിക്കറിയില്ല. അവരിൽ ആരെങ്കിലുമൊക്കെ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ അവർ കുടുംബക്കാരായിരിക്കും. ഞാൻ ചോദിച്ചിട്ടില്ല. ഈ പറയുന്ന കടകളിലെല്ലാം ചെറിയ തട്ടുകടയാണെന്നുണ്ടെങ്കിലും മറ്റേ തട്ടുകട എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ് ടൈപ്പിലല്ല, അല്ലാതെ കഞ്ഞി ചോറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുക. അപ്പം പിന്നെ വളരെ നാടൻ ഫുഡ്, ഹോംലി ഫുഡ് കിട്ടും. അവരും അവിടുന്ന് ഭക്ഷണം കഴിക്കണേ. സാധാരണ ഇതിൽ വൻകിട ഹോട്ടലുകാരൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല സ്ഥാപനങ്ങളുടെ പേരുകൾ അവരെ ബിസിനസ്സിനെ ബാധിക്കേണ്ടെന്ന് ചെയ്തിട്ട്, അത് മഞ്ചേരി ആണെങ്കിലും നിലമ്പൂരാണെങ്കിലും ഒക്കെ ഉള്ളത് പലരും ഈ ഹോട്ടൽ ഉടമകളും അവരും അവരുടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല. അവരിതേപോലെയുള്ള സാധാരണ തട്ടുകടയിലോ നാടൻ ഭക്ഷണം കിട്ടുന്ന സ്ഥലത്താണ് പോവുക. കാരണം എന്ന് വെച്ചാൽ ഇവർക്കറിയാം ഞങ്ങൾ കൊടുക്കുന്ന സാധനത്തിൽ അജിനാമോട്ടോ ഉണ്ട്. ഇവരെ ചിക്കൻ കറി ഭയങ്കര റെഡായിട്ടിരിക്കും. അത് കാശ്മീരി ചില്ലി ഇട്ടിട്ടല്ല, കളർ ചേർത്തിട്ടാണ്, ഫ്ലേവർ ചേർത്തിട്ടാണ്, എസൻസ് ചേർത്തിട്ടാണ്. ഇങ്ങനെയുള്ള എല്ലാ തട്ടിപ്പുകളും നടത്തുന്നുണ്ട്. ആ ഫുഡ് ഹെൽത്തി അല്ല എന്ന ബോധ്യമുള്ളതുകൊണ്ട് ഇവരെ പിന്നെ ഭക്ഷണം കഴിക്കില്ല. പണ്ട് കാലത്ത് നമ്മുടെ പിന്നെ ഈ ഗവൺമെന്റ് സ്കൂളുകളിലും ഗവൺമെന്റ് പിന്നെ എയ്ഡഡ് കോളേജുകളിലും എയ്ഡഡ് സ്കൂളുകളിലും ഗവൺമെന്റ് കോളേജുകളിലും ഒക്കെ ഉണ്ടായിരുന്ന രീതിയുണ്ട്. അവിടുത്തെ അധ്യാപകർ അവിടുത്തെ കുട്ടികളെ അവരുടെ സ്വന്തം മക്കളെ ആ സ്ഥാപനത്തിൽ പഠിപ്പിക്കില്ല. കാരണം ഞങ്ങൾ പഠിപ്പിക്കുന്നതിന്റെ ക്വാളിറ്റി ശരിയല്ല എന്നും ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ ക്വാളിറ്റി ശരിയല്ല എന്നും ആ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനകത്ത് ആത്മാർത്ഥതയില്ല എന്നും ഇവർക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് നാട്ടുകാരെ കുട്ടികളെ ഞങ്ങൾ പഠിപ്പിക്കാൻ ഞങ്ങളെ മക്കളെ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള പിന്നെ വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ള രീതിയിൽ ഇവർ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെയാണ് ഇവർ സ്വന്തം ഹോട്ടലിലെ ഭക്ഷണം ചായയും കാപ്പിയും കുടിക്കുന്നല്ലാതെ അതും കട്ടചായയും കാപ്പിയും, കാരണം ഈ പാല് പോലും പിന്നെ മായം ചേർന്നതാണെന്നുള്ള പിന്നെ അവസ്ഥയാണ് ഇതിന് മനസ്സിലാവുന്നത്. ആ രീതിയിലാണ് ഇവർ പാലൊഴിച്ച് ചായ പോലും കുടിക്കില്ല, ഇവർ കട്ടചായ കുടിക്കിടയ്ക്ക്, കാരണം ക്യാഷിലിരിക്കുമ്പോഴും ബാക്കിയുള്ളതിരിക്കുമ്പോഴും. അപ്പൊ ഇങ്ങനെ സംവിധാനമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വീണ്ടും തിരിച്ച് ടർബയിലേക്ക് വരാം, മമ്മൂട്ടിയിലേക്ക് വരാം. ഞാൻ പറഞ്ഞു വന്നത് ഞാനിവിടെ തട്ടുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. നാട്ടിൻപുറത്ത് ഇവിടുത്തെ സാധാരണയായിട്ടുള്ള പിന്നെ നമ്മളെ ഈ പിന്നെ കാക്കനാട് ടൗണിലുള്ള ചെറിയ സലൂണിൽ പോയിട്ടാണ് മുടി വെട്ടിക്കാൻ പോകുന്നത്. ഞാനിതിനെ നടക്കാൻ പോകുന്ന ആളാണ്. പിന്നെ തൃക്കാക്കര സ്റ്റേഡിയത്തിനവിടെ നടക്കാൻ പോകാറുണ്ട്. ചിലപ്പോൾ ഇൻഫോ പാർക്ക് റോഡിൽ നടക്കാൻ പോകുന്ന ആളാണ് ഞാൻ. പിന്നെ അങ്ങനെയൊക്കെ ആസ്വദിച്ച് നടക്കുന്ന ഒരാളും ഗ്രാമാന്തരീക്ഷം എനിക്കിവിടെ കിട്ടുന്ന സ്ഥലങ്ങൾ എവിടെയാണോ, കാരണം എന്ന് വെച്ചാൽ ഞാൻ മലപ്പുറത്ത് നിന്ന് വന്ന, നാട്ടിൻപുറത്ത് വന്ന, അപ്പോൾ ഈ ടൗണിനകത്ത് എനിക്ക് എവിടെയാണോ ഗ്രാമാന്തരീക്ഷം കിട്ടുന്ന ആസ്വദിച്ച് നടക്കുന്നത്. അപ്പോൾ എന്നെ ടാർഗറ്റ് ചെയ്യാൻ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ചെയ്യട്ടെ. അത് ചെയ്യും എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടതിന്റെ കാരണം പറഞ്ഞുതരാം. എന്റെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഞാൻ എന്റെ എല്ലാ ഫേസ്ബുക്ക് ലിങ്ക് അല്ല, ഞാൻ ഈ ഫേസ്ബുക്കിൽ ഇടുന്ന സ്റ്റോറീസ് ഡൗൺലോഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും അത് ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ അതിന്റെ ലിങ്ക് അയക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തും നിർമ്മാതാവും പ്രവാസി വ്യവസായിയും ഒക്കെ ആയിട്ടുള്ള ജോബി ജോർജ്, മമ്മൂട്ടിയുടെ പല സിനിമകളും അദ്ദേഹം നിർമ്മിച്ചാണ്. സുരേഷ് ഗോപി വെച്ചിട്ട് സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. എന്നോട് വാക്കുപോലും പറയാതെ ആ ഗ്രൂപ്പിൽ നിന്ന് 1.5-2 വർഷമായിട്ട് എന്റെ ഗ്രൂപ്പിലുണ്ട്. അദ്ദേഹം ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു പോയി മമ്മൂട്ടിയുടെ സ്റ്റോറി ചെയ്തതിനു ശേഷം. അതൊരു സൂചനയായിരുന്നു. ഞാൻ ചോദിച്ചാൽ വിളിക്കാൻ പോയിട്ടില്ല, ചിലപ്പോൾ വിളിച്ചു വരും, എന്താ കാര്യം എന്നുള്ളത് ചോദിച്ചു വരും. അദ്ദേഹമാണ് യൂടോക്ക് ചാനൽ തുടങ്ങുന്നത്. വേണു ബാലകൃഷ്ണനെയും ഇപ്പോൾ 24 ന്യൂസിലുള്ള പഴയ ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന വേണു ബാലകൃഷ്ണനെയും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും ഉണ്ണി ബാലകൃഷ്ണനെയും ഇപ്പോഴത്തെ റിപ്പോർട്ടർ ചാനലിലുള്ള പിന്നെ അതേപോലെ തന്നെ PK പ്രകാശേട്ടനെയും ഒക്കെ വെച്ചുകൊണ്ടാണ് പിന്നെ അതായത് ഈ മൂന്നാറിലെ ഭൂമി കൈയേറ്റങ്ങളുടെ
പിന്നെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരികയും അവിടെ പിന്നീട് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമ്പം ഈ ബുൾഡോസർ ഇറക്കിയിട്ട് അത്തരം റിസോർട്ടുകൾ അനധികൃതമായിട്ടുള്ള റിസോർട്ടുകളെല്ലാം പൊളിച്ചു മാറ്റുകയൊക്കെ ചെയ്തിട്ടുള്ള വലിയ വിപ്ലവകരമായ പ്രവർത്തനത്തിലേക്ക് നയിച്ച ആള് PK പ്രകാശേട്ടനാണ്. മാധ്യമത്തിലായിരുന്നു അദ്ദേഹം. ഇവർ മൂന്നുപേരും കൂടിയിട്ടാണ് പിന്നെ ഇവരെ മൂന്നുപേരെയും വെച്ചിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് ലോഞ്ചിങ് നിർവഹിക്കുന്നത് മമ്മൂട്ടിയാണ്. കാരണം മമ്മൂട്ടിയും ജോബിച്ചേട്ടനും തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ഈ യൂട്യൂബ് ചാനലിനെതിരെ ഞാൻ 2 സ്റ്റോറി ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്തിട്ടുള്ളത് ഉണ്ണി ബാലകൃഷ്ണനും ബേഡു ബാലകൃഷ്ണനും അവിടുന്ന് മുങ്ങി, അവരവിടുന്ന് വിടുന്നു, അവർ ഔദ്യോഗികമായി രാജിവെക്കാതെ മുങ്ങി എന്നുള്ള വിവരം എനിക്ക് രഹസ്യ വിവരം കിട്ടിയപ്പോൾ ഞാൻ ആ സ്റ്റോറി ചെയ്തു. ഏകദേശം 2-3 ലക്ഷം പേരെ കണ്ടു. അതിനോട് പിന്നെ അന്ന് മറുനാടനിലെ ഷാജൻ ചേട്ടൻ, അതേപോലെ മലയാളത്തിലെ സോയ്മൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേരോട് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ വിവരം അറിയായിരുന്നു, പക്ഷെ നമുക്ക് ജോബി ആയതുകൊണ്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പറയാതിരുന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നെ ഞങ്ങൾക്ക് അറിയായിരുന്നു, ഞങ്ങൾ ഉണ്ടായിരുന്ന പറയേണ്ടിയിരുന്നില്ല എന്നുള്ളത് പറഞ്ഞു. ഞാനത് വിട്ടു. അന്ന് പിന്നെ ജോബിച്ചാനെ ബന്ധപ്പെട്ടില്ല. പിന്നീട് അവസാനം പിന്നെ അവിടെ ഉള്ള പിന്നെ ഒരു എഡിറ്ററെ, ഒരു പയ്യനെ, അവനെ അവിടെ ഇദ്ദേഹത്തിന് ഒരുപാട് ടീമുണ്ട്. അവിടെ ഒരു 10-15 ഡ്രൈവർമാരുണ്ട്. ഞാൻ അവിടെ പോയിട്ടുള്ളതാണ്. അപ്പം അവരെ കൊണ്ട് ഒരു പയ്യനെ അടുപ്പിച്ചു എന്നുള്ള വിഷയം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഉണ്ണി ബാലകൃഷ്ണനും ബേഡു ബാലകൃഷ്ണനും പോയി കഴിഞ്ഞു. ഈ വിഷയവും ഞാൻ എടുത്തിട്ട് എനിക്ക് രഹസ്യമായിട്ട് വിവരം കിട്ടി. ഞാനത് എന്റെ പേജിനകത്തിട്ടു, എന്റെ യൂട്യൂബിലിട്ടു, എന്റെ ഫേസ്ബുക്കിലിട്ടു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ ജോബിച്ചാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വിളിക്കണം. സഹോദര എന്നാണ് എന്താ പറയുക, വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുക, വളരെ സ്നേഹത്തിലാണ് സംസാരിക്കുക, എപ്പോഴും ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. എന്ത് പറഞ്ഞാലും സ്തോത്രം, ഹാലലിയ, ദൈവത്തിന് കടപ്പാടെന്നൊക്കെ പറയുന്ന ഒരാളാണ് അദ്ദേഹം. പിന്നെ നല്ല ക്രിസ്തുമത വിശ്വാസിയാണ് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പള്ളി എന്ന് പറഞ്ഞാൽ മുടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ പോകാത്ത ആളാണ്. അതിനെക്കുറിച്ച് പോലും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പിന്നെ ഭയങ്കര അതിസമ്പന്നനാണ്. ഞാൻ പറഞ്ഞല്ലോ, മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്താണ്. സുരേഷ് ഗോപിയെ ഈ താപ്പാന സിനിമയൊക്കെ കൊടുത്തിട്ട് സുരേഷ് ഗോപിക്ക് വീണ്ടും ഒരു പിന്നെ റീ എൻട്രി കൊടുത്തതിനകത്ത് വലിയ പങ്ക് വെച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. എന്നോട് പറഞ്ഞു അന്ന് പിൻവലിക്കാമെന്ന് ചോദിച്ചു. അത് കാരണം ഞാനിങ്ങനെ ബുദ്ധിമുട്ടി. ഞാൻ ഒരുപാട് പിന്നെ അന്ന് തന്നെ 1.5 കോടിയോളം രൂപ ചാനലിന് വേണ്ടി മുടക്കുന്നു പറഞ്ഞു. മാസം 2.5 ലക്ഷം രൂപയോളം ഉണ്ണി ബാലകൃഷ്ണനും വേണു ബാലകൃഷ്ണനും പിന്നെ 2.5 ലക്ഷം വെച്ചിട്ട് 5 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നോട് പിന്നീട് പിന്നെ നിങ്ങളിവിടെ നിന്ന് വന്ന് കാണും എന്നൊക്കെ പറഞ്ഞു. ഞാനങ്ങനെ റിമൂവ് ചെയ്തു. ഇറ്റ് വാസ് ഇൻ ദ എൻഡ് ഓഫ് 2022. അത് കഴിഞ്ഞിട്ട് പിന്നീട് 2022 തന്നെ അവസാനം ഡിസംബർ മാസത്തിലോ നവംബർ മാസത്തിലോ ആയിട്ട് ഇദ്ദേഹം അവിടുന്ന് കോട്ടയത്ത് ഡ്രൈവറെ വിടുന്നു, എന്നെ പിക്ക് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു. ഒരു ദിവസം അവിടെ നല്ലൊരു ആതിഥേയത്വ മര്യാദയെ കാണിച്ചു, എന്നെ മൊത്തം കൊണ്ടുപോയി കാണിച്ചു. നല്ല സെറ്റപ്പ് പിന്നെ സ്റ്റുഡിയോ ആണ്, ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഞാനും PK പ്രകാശേട്ടനും ജോബിച്ചാനും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ 3 പേരും കൂടി പിന്നീട് കോൺഫറൻസ് റൂമിൽ പോയിട്ടിരുന്ന് സംസാരിച്ചു. എന്നോട് അതിന്റെ ചുമതലയിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. PK പ്രകാശേട്ടൻ ഞാനും കൂടി നടത്താൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടുത്തെ അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ എനിക്ക് സംഭവം ഒക്കെയാണ്, താമസം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഫുഡൊക്കെ വളരെ നല്ല ഫുഡായിരുന്നു. ഇദ്ദേഹമാണെങ്കിലും വളരെ സ്നേഹപൂർവ്വം പെരുമാറിയത്. പക്ഷെ ഞാൻ അപ്പോഴത്തേക്ക് പിന്നീട് ഞാൻ കുറച്ച് നാൾ ഈ മീഡിയ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുന്നു, വേറെ പേഴ്സണൽ ഇഷ്യൂസിന്റെ പേരിൽ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഈ നവകേരള ചാനലിൽ കയറുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരു ദിവസം പുള്ളി വിളിച്ചു. അതിന്റെ ഓഡിയോ പുള്ളിയുടെ അടുത്തുണ്ട്, എന്റെ അടുത്തുണ്ട്. പുള്ളി വിളിച്ചു. പുള്ളി വളരെ മാന്യമായിട്ട് പെരുമാറിയ. പുള്ളി എന്നോട് പറഞ്ഞു, രാജ, എനിക്ക് സംസാരിക്കാനുണ്ട്, നമ്മൾ തമ്മിലൊരു ധാരണയിലേക്ക് എത്താം. അതുകൊണ്ട് നാളെ നമ്മൾ തമ്മിൽ വേറെ ഡോക്യുമെന്റേഷൻ ഒന്നും ഇല്ല എന്നുള്ളത് പേടിക്കേണ്ട, അപ്പം എന്റെ രേഖകളൊന്നും വേണ്ട. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് രാജ റെക്കോർഡ് ചെയ്തോ. റെക്കോർഡ് ഓപ്ഷനിൽ ഫോൺ ഇട്ടിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാം. റെക്കോർഡ് ഓപ്ഷനിൽ ഫോൺ ഇട്ട് ഞാൻ വിളിച്ചു. പുള്ളി പറഞ്ഞു നല്ലൊരു സാലറി എനിക്ക് പറഞ്ഞു, മാസത്തിൽ 20 ദിവസം ചെയ്താൽ മതി, ആഴ്ചയിൽ 2 ദിവസം ലീവ് എടുത്തോളൂ, ആഴ്ചയിൽ 5 ദിവസം വെച്ചിട്ട് പിന്നെ 4 ആഴ്ച 20 ദിവസം ചെയ്താൽ മതി, ബാക്കിയുള്ള ദിവസം രാജന്റെ ശ്രദ്ധ ഉണ്ടായാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു, ജോബിച്ചായ, ഈ നിങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപം ഉണ്ണി ബാലകൃഷ്ണനും വേണു ബാലകൃഷ്ണനും മുഖേനൊക്കെ ഞാൻ അറിഞ്ഞിട്ടുള്ളത് നിങ്ങൾ എഡിറ്റോറിയൽ പോളിസിക്കകത്ത് ന്യൂസിന്റെ പിന്നെ കണ്ടന്റിനകത്ത് ഇടപെടുന്നു എന്നുള്ളതാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെ ഇടപെടത്തില്ല. പിന്നെ എനിക്കിഷ്ടമുള്ള ചില ആൾക്കാരെ കുറിച്ച് അവരുടെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും അവർക്കെതിരായിട്ടുള്ള സ്റ്റോറീസ് ഉണ്ടെങ്കിലും അതൊന്നും ഹോൾഡ് ചെയ്യണം, കാരണം എന്റെ വ്യക്തിബന്ധങ്ങൾ തകർക്കേണ്ട. അപ്പോൾ ആരെക്കുറിച്ചാണ്? അപ്പം എന്നോട് പറഞ്ഞു മമ്മൂക്കയെക്കുറിച്ച് ഒന്ന്, അങ്ങനെയുള്ള ചില ആളുകളെ കുറിച്ച് ചില വിഷയങ്ങൾക്കകത്ത് ഒന്ന് മിതത്വം പാലിക്കണം, കാരണം രാജൻ അഗ്രസീവാണ്, അറ്റാക്കിംഗ് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, നല്ല പാക്കേജ് പറഞ്ഞു, താമസം പറഞ്ഞു, ഒരു കാറും ഡ്രൈവറും ഉണ്ടാവും, എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ഞാൻ പറഞ്ഞാൽ മദ്യപിക്കുന്ന ആളാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതിനൊന്നും കുഴപ്പമില്ല, ജോലി സമയത്ത് ചെയ്യായിരുന്നു, ആദ്യം ബാക്കിയുള്ളത് മോണിറ്റർ ചെയ്യുക, പോളിസിക്കകത്ത് പുള്ളി ഇടപെടില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് പലരോട് ആലോചിച്ചപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ പുള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇടപെട്ട ചരിത്രങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞു, ചോദിച്ചാൽ ഞാനിപ്പോൾ ഇങ്ങനെ കംഫർട്ടബിൾ സോണിലാണ്. ഞാൻ ദിവസം 1 മണിക്കൂർ പോയാൽ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പാക്കേജിനനുസരിച്ചിട്ടുള്ള പൈസ എനിക്ക് കിട്ടുന്നുണ്ട്. 1 മണിക്കൂർ നേരത്തേക്ക് ഈ സ്റ്റുഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ 2 സ്റ്റോറി എടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. ഞാൻ വൈകിട്ട് 4 മണിക്ക് 5 മണിക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ 3 മണിക്ക് പോയാൽ 4 മണിക്ക് വരും, 4 മണിക്ക് പോയാൽ 5 മണിക്ക് വരും, 5 മണിക്ക് പോയാൽ 6 മണിക്ക് വരും. അല്ലാതെ തന്നെ ഇച്ചിരി പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും എൻഗേജ്മെന്റിലോ അല്ല ഫോണൊക്കെ വന്ന് പോയി കഴിഞ്ഞാൽ 6 മണിക്ക് പോയാൽ 7 മണിക്ക് വരും. പോകുന്നതിന് 10 മിനിറ്റ് മുമ്പിൽ ആ സ്ഥാപനത്തിലേക്ക് വിളിക്കുക. ഏത് സ്ഥാപനത്തിൽ ചെയ്താലും
AC ഓണാക്കി ഇടാൻ പറയാം. കാരണം സ്റ്റുഡിയോയ്ക്കകത്ത് AC പിന്നെ തണുപ്പായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വേർക്കും, അത് നമ്മളെ ഫേസിൽ അറിയും. ഇപ്പം ഞാനിപ്പോൾ AC ഇല്ലാത്ത റൂമിലായിരിക്കണേ, ഞാൻ പിന്നെ അങ്ങനെ ഇരിക്കണേ. ഞാൻ അങ്ങനെ വലിയ സാമ്പത്തിക ചുറ്റുപാടുള്ള ആളൊന്നുമല്ല. അപ്പം എന്തായിരുന്നാലും പിന്നെ അല്ല, AC ഉണ്ട്, AC ഫിറ്റ് ചെയ്തിട്ടില്ല. ഞാനിവിടെ പുതിയ സ്ഥലത്തേക്ക് വന്നപ്പോൾ AC ഇപ്പോൾ ഏത് സാധാരണക്കാരനും മേടിക്കാൻ പറ്റുന്ന ആക്സസ് ഉള്ള സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെ ഓക്കെ, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പിന്നെ ഒരു റീതിങ്കിങ് ഉണ്ടാകുകയാണെങ്കിൽ എന്നോട് പറയണമെന്നാണ്. പക്ഷെ പിന്നീട് പിന്നെ പുള്ളിക്ക് വേറെ ആളെ കിട്ടി, പുള്ളിയെ ആക്കി, അവരെ ആക്കി. പുള്ളി പറഞ്ഞു 3 നേരം ഭക്ഷണം പറഞ്ഞിട്ടുണ്ട്. 3 നേരം നല്ല ഭക്ഷണമായിട്ട് അവിടെ കിട്ടുന്നത്. ഞാൻ പിന്നെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അവിടെ നിന്ന് ലഞ്ച് കഴിച്ചു, ഡിന്നർ കഴിക്കാൻ നിന്നില്ല എന്നുള്ളതെന്ന്. പുള്ളി എന്നെ ഡ്രൈവറെ വിട്ടിട്ട് തിരിച്ച് എന്നെ കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു, വീട്ടിലെത്തിച്ചു. പക്ഷെ ആ ചോദിച്ചാൽ മമ്മൂട്ടിക്കെതിരായിട്ടുള്ള ഈ സാധനം ഞാൻ ഇട്ടതിന് ശേഷം അടുത്ത ദിവസം എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കുന്നു, ഒന്നും പറയാതെ. എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ വിളിച്ചിട്ടില്ല, എന്നെ വിളിച്ചിട്ടില്ല, മെസ്സേജ് പോലും അയച്ചിട്ടില്ല, ഒന്നുമില്ല ജോബി ജോർജ്. അപ്പം ഇതെന്ന് വെച്ചാൽ പുതിയ സൂചനയാണ്. കാരണം പിന്നെ ടേംസ് തെറ്റുന്നു, മമ്മൂട്ടിക്ക് അടുത്ത നിലപാടിലേക്ക് പോകുന്നു മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും മമ്മൂട്ടിക്ക് എന്തിന്റെ അസുഖമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മലയാള സിനിമയിലെ മഹാരഥന്മാരിലുള്ള ഒരാളായിട്ട് ഞാൻ പറഞ്ഞ അമരത്തിലെ അച്ചൂട്ടി, പിന്നെ മറ്റേ മൃഗയിലെ വാറുണ്ണി, ഡാനിയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം, പൊന്തമ്മാടയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം, വിധേയലിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം, അങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ. വാത്സല്യത്തിലെ കഥാപാത്രം, ഇതൊക്കെയുണ്ട്. ആ കഥാപാത്രങ്ങളുടെ ഒരു ഭംഗിയുണ്ട്. മമ്മൂട്ടി ജീവിതത്തിൽ അഭിനയിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കുടുംബങ്ങൾ തകർക്കാനും പാടില്ല. എല്ലാ കുടുംബങ്ങളും സൊസൈറ്റി ചെയ്യട്ടെ, വേറെയുള്ള ഏതൊരു മനുഷ്യനാവട്ടെ, എക്സ്ട്രാ മാരിറ്റൽ ലൈഫ് ഉണ്ടോ ഒന്നും എന്റെ വിഷയമല്ല. ഇറ്റ് ഡസന്റ് മാറ്റർ ഫോർ മീ. അങ്ങനെ സദാചാര പോലീസും കളിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നമ്മളുടെ ഒരു പിന്നെ വ്യക്തിപരമായ ഒരു താല്പര്യത്തിന് പുറത്ത് 74 വയസ്സിലോ 75 വയസ്സിലൊക്കെ നിൽക്കുമ്പോൾ 40കളിൽ ജീവിക്കുന്ന ആൾക്കാരുടെ കുടുംബജീവിതം തകർന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മപരിശോധന നടത്തണം, തിരുത്തണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷൻ, ഇവിടെ ഒരുപാട് നടന്മാർക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇന്ദ്രൻസിനോ MF വർഗീസിനോ തിലകനെ പോലെയുള്ള മികച്ച നടന്മാർക്ക് അവർക്ക് ഫാൻസ് അസോസിയേഷൻ ഒന്നും അറിയില്ല. അവർക്ക് ഈ കോപ്പും ചവറൊന്നും ആവശ്യമില്ല. പൃഥ്വിരാജും ഫഹദ് ഫാസിലും ഒന്നും ഫാൻസ് അസോസിയേഷന്റെ ബലത്തിലല്ല. ഇവന്മാരുടെ ഫാൻസ് അസോസിയേഷനെയും കൊണ്ട് പിന്നെ ഈ ദിലീപ് ഏട്ടൻ എന്ന് പിന്നെ ചില ആരാധകർ വിളിക്കുന്ന അവരെയൊക്കെ ഫാൻസ് അസോസിയേഷനെ കൊണ്ട് ഇവർക്കെതിരെ കൂപിക്കാൻ വേണ്ടി വിടുകയായിരുന്നു. എതിരാളി പിന്നെ തങ്ങൾക്ക് പിന്നെ ഭീഷണിയായിട്ട് വരുന്ന കഴിവുള്ള യുവ നടന്മാർ വരുമ്പോൾ അവരുടെ സിനിമകൾ കൂവിത്തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഫാൻസ് അസോസിയേഷൻകാരെ പറഞ്ഞയച്ചിട്ടുള്ള തെമ്മാടികളാണ് ഇവിടുത്തെ ഉള്ള സിനിമയിലുള്ള കുറേ എണ്ണം. ക്രിമിനലുകളെ കൊണ്ടു നടക്കുക. മമ്മൂട്ടിയുടെ ഫാൻസ് എന്ന് പറഞ്ഞ 4 പേര് ഈ സിനിമ കളിക്കുമ്പം നാളെ തമ്മന ഫൈസലോ പിന്നെ ഈ മനാഫ് ആലുവയൊക്കെ എന്ത് ചെയ്താലും എനിക്കൊരു ചുക്കുമില്ല. ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും. കാരണം ഇയാൾ അതിന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കും, അവരെ കേസ് നൂരിക്കാൻ വേണ്ടി മുടക്കും. പക്ഷെ എന്തായാലും നിങ്ങൾ ഈ പേര് നോട്ട് ചെയ്ത് നോക്കുക. എനിക്ക് നാളെ ശബ്ദിക്കാൻ ശേഷിയില്ലാത്തൊരവസ്ഥയിലേക്ക് വല്ല തലക്കടിച്ചിട്ട് സംസാര ശേഷി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിലും ഈ വീഡിയോ ഒരു തെളിവായിട്ട് എടുക്കുക. മനാഫ് ആലുവയും തമ്മനം ഫൈസലും. മനാഫ് ആലുവയ്ക്കെതിരെ 6 ക്രിമിനൽ കേസുണ്ടെന്ന് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 6 ക്രിമിനൽ കേസുള്ള അവനാണ് എറണാകുളം ജില്ലയിലെ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ കുണാണ്ടർ. എന്നിട്ട് ഈ തെമ്മാടി എടുത്ത് പുറത്താക്കേണ്ട, എനിക്ക് ഫാൻസ് അസോസിയേഷൻ വേണ്ടെന്ന് പറയണ്ടേ? ഒരു വശത്ത് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന പറയുമ്പോൾ ഇപ്പുറത്തെ വശത്ത് ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്ന ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുന്ന, സുഡാപ്പികളെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിലപാടിലേക്ക് ഇയാൾ എന്തിനാ പോണേ? ഇമാതിരി ക്രിമിനലുകളുമായിട്ടുള്ള ഇയാളുടെ ആവശ്യത്തെ ബന്ധം എന്താ? ഫാൻസ് അസോസിയേഷൻ ഇല്ലാതെ ഇവിടെ ജീവിച്ചിരുന്ന എത്രയോ നടന്മാരുണ്ട്, എത്രയോ കഴിവിട്ട നടന്മാരുണ്ട്. കുഞ്ചനും കുതിരവട്ട പപ്പുവും മാളാരവിന്ദനും മാമുക്കോയയും ഒക്കെ ഇവിടെ സിനിമാ നടന്മാരായിട്ടുണ്ടെന്നേ. ഇയാൾ കഞ്ചാവ് അടിക്കില്ല, കള്ളു കുടിക്കില്ല. മറ്റൊരുത്തൻ കഞ്ചാവ് അടിച്ചിട്ട് കള്ളു കുടിച്ചിട്ട് നാട്ടുകാരെ മുഴുവൻ തെറി വിളിച്ച് നടക്കുക. കമ്മട്ടിപ്പാടത്തിലെ അവനും വലിയ നടനാന്നുള്ള അഭിപ്രായം എനിക്കില്ല. അവന് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പിന്നെ ഭിന്ന ലൈംഗിക പിന്നെ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറെ വേഷം ചെയ്യാൻ ഒരു ട്രാൻസ്ജെൻഡറെ തന്നെ ആക്കിക്കഴിഞ്ഞാൽ അവർക്ക് അഭിനയിക്കേണ്ടി വരുന്നില്ല. ലെസ്ബിയൻ ആവട്ടെ, ഗേ ആവട്ടെ, പിന്നെ ബൈസെക്ഷൽ ആവട്ടെ, എന്തോ ആവട്ടെ, അവർക്ക് അഭിനയിക്കേണ്ടി വരുന്നില്ല. കാരണം അവരുടെ ലൈഫിലുള്ളതാ, അവരുടെ മാനദണ്ഡങ്ങൾ, അവരുടെ ടേസ്റ്റുകൾ, അവരുടെ അഭിരുചികൾ, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, ഇതെല്ലാം വെച്ചിട്ടുള്ളതാ. അവർക്ക് പ്രത്യേകിച്ച് അഭിനയിക്കാൻ റിസ്ക് എടുക്കേണ്ടി വരുന്നില്ല. ഒരു IPS ഓഫീസറെ കൊണ്ടിട്ട് ഇപ്പൊ ഭീമൻ രഘുവിനെ പോലീസ് കഥാപാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഭീമൻ രഘുവിന് അഭിനയിക്കാൻ പോലും അറിയില്ല എന്നുള്ളത് പിന്നെ പിണറായി എന്റെ അച്ഛനെ പോലെയാണെന്ന് പറഞ്ഞത് ഇയാളെക്കാൾ ആകെ 4-5 വയസ്സ് കൂടുതലേ ഉള്ളൂ. അച്ഛനെ പോലെയാണെന്ന് പറയാം. അതിനു മുമ്പ് നരേന്ദ്രമോദി എന്റെ പിന്നെ
അമ്മാവനെ പോലെയാണെന്ന് പറഞ്ഞ് കുറച്ച് കാലം നടന്നു. BJP സ്ഥാനാർത്ഥി അത് കഴിഞ്ഞ് CPM കൊടിയും പിടിച്ചിട്ട് പിന്നെ വലിയ ഈരങ്ങളെ എന്ന് പറഞ്ഞ് പാട്ടും പാടിയിട്ട് AKC സെന്ററിന് മുമ്പിൽ നടന്ന കോമാളി. പക്ഷെ പോലീസ് വേഷം കൊടുക്കുമ്പോൾ നന്നായിട്ട് അഭിനയിക്കുകയാണ്. അയാൾ പോലീസുകാരനായിരുന്നു, അതിന്റെ ട്രെയിനിങ് കിട്ടിയതാ. ഇയാൾക്ക് അഭിനയിക്കാൻ റിസ്ക് ഇല്ല, അയാളെ മാനറിസങ്ങൾ ഓക്കെയാണ്. ഇവന് വില്ലൻ കഥാപാത്രം കിട്ടണേ ഏത് ഈ കമ്മട്ടിപ്പാടത്തുകാരന്. അവന്റെ പിന്നെ ആകാര രീതിയിൽ, അപ്പിയറൻസിൽ, അവന്റെ മനസ്സിൽ, അവന്റെ ചിന്താഗതിയിൽ, അവന്റെ സ്വഭാവത്തിൽ, അവന്റെ പെരുമാറ്റ രീതികളിൽ ആ ക്രിമിനൽസ് ഉണ്ട്. ബേസിക്കലി ക്രിമിനൽ ആയിട്ടുള്ള ഒരുത്തിന് ക്രിമിനൽ പിന്നെ ഒരു വില്ലൻ വേഷം കൊടുത്തു കഴിഞ്ഞാൽ അത് അവന്റെ അഭിനയ മികവ് കൊണ്ടല്ല, അവന്റെ പിന്നെ എല്ലാ രീതികളും ഒത്തിണങ്ങിയതാ. അതുകൊണ്ട് അത് ഡയറക്ടറുടെ മികവാ. റിസ്ക് ഇല്ലാതെ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ, വലിയ ട്രെയിനിങ് ഒന്നും ഇല്ലാതെ, വലിയ റിഹേഴ്സൽ ഒന്നും ഇല്ലാതെ, റീടേക്ക് ഇല്ലാതെ ഒരു സിനിമ എടുക്കാൻ പറ്റുന്ന പറ്റിയ കഥാപാത്രത്തെ കണ്ടുപിടിക്കുക. ഒരു വേശ്യയുടെ വേഷം കിട്ടുമ്പോൾ ഒരു വേശ്യയെ തന്നെ കൊണ്ടു കഴിഞ്ഞാൽ അവൾക്ക് അതിന്റെ എല്ലാ രീതികളും അറിയാം. ഇപ്പൊ ഏപ്പളം എടുക്കാൻ നോക്കി അഡൾട്ട്സ് ഓൺലി ഫിലിം, അവർക്ക് ബാക്കിയുള്ള ഇതിന്റെ പിന്നെ സെക്ഷൽ ആംഗിൾസ്, പൊസിഷൻസ് ബാക്കിയുള്ളൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതെല്ലാം അറിയാം. കാരണം ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാൻഡ് ജോബ് എന്താണെന്നറിയാം, ബ്ലോ ജോബ് എന്താണെന്നറിയാം, പിന്നെ മെഷീനറി പൊസിഷൻ എന്താണെന്നറിയാം, മറ്റേ പൊസിഷൻ എന്താണെന്നറിയാം, മറിച്ച പൊസിഷൻ എന്താണെന്നറിയാം, എല്ലാം അറിയാം. സക്കിങ് എന്താണെന്നറിയാം, എല്ലാം അറിയാം. ഷി വിൽ ഡു ഇറ്റ് ഇൻ എ വെരി ഗ്രേറ്റ് ലെവൽ. കാരണം അഭിനയിക്കേണ്ട ആവശ്യമില്ല, ഇവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന. ഇപ്പൊ അമരം സിനിമയ്ക്കകത്ത് മമ്മൂട്ടി അവതരിപ്പിച്ച അല്ലെങ്കിൽ പിന്നെ മുരളി അവതരിപ്പിച്ച കഥാപാത്രത്തിന് പകരം ഒരു മത്സ്യബന്ധന പ്രവർത്തകനെ ആ സിനിമയ്ക്കകത്ത് അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കടലിൽ പോകുന്ന റിസ്ക് അല്ല. അതൊക്കെ ഭരതന്റെ ക്രാഫ്റ്റ് ആട്ടോ, ലോഹിതദാസിന്റെ സ്ക്രിപ്റ്റ്. മനോഹരമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കോമ്പിനേഷനാണ് ഭരതൻ ലോഹിതദാസ്, അതുപോലെ തന്നെ സിബി മലയിൽ ലോഹിതദാസ്. അങ്ങനെയല്ലേ ലോഹിതദാസിന്റെ സ്ക്രിപ്റ്റുകൾക്ക് ഭയങ്കര പ്രത്യേകത ഉണ്ടായിരുന്നു. മുമ്പും പറഞ്ഞിട്ടുണ്ട്. ദശരഥം എന്ന് പറയുന്ന സിനിമ മാതൃത്വത്തിന്റെ തീവ്ര നൊമ്പരാണ്. ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കുന്നത് പിന്നെ അങ്ങനെ ഇപ്പോഴൊക്കെയാണ് തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ അതിന് മുമ്പേ കാലത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ലോഹിതദാസ് എഴുതിയതാ. അവസാനം പിന്നെ മോഹൻലാൽ പിന്നെ ഈ കുഞ്ഞിനായി കഴിയുമ്പം ഈ പൈസയൊക്കെ മേടിച്ചെങ്കിലും ആ കുഞ്ഞിനെ വിട്ടുപിരിയാൻ കഴിയാത്ത അമ്മയുടെ നൊമ്പരം ഗീതയായിരുന്നു എന്ന കഥാപാത്രം എനിക്ക് തോന്നണേ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ടതാ. ബന്ധങ്ങളുടെ തീവ്രതയാണ്, മാതൃത്വത്തിന്റെ കഥയാണ്. അതിനകത്ത് അവസാനം മോഹൻലാൽ ചോദിക്കുന്നുണ്ട്, മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കാരണം ഒരു കുഞ്ഞിനെങ്കിലും സ്നേഹിച്ച് കൊണ്ടു നടക്കണം എഴുതിയിട്ട് പിന്നെ ഗർഭപാത്രം വാടകയ്ക്കെടുത്ത് കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെങ്കിലും സ്നേഹിച്ച് കൊണ്ടു നടക്കാന്ന് എഴുതിയിട്ട് അതുപോലെ നഷ്ടപ്പെട്ടു പോകുന്ന ഏകാംഗിയായ ഒരു മനുഷ്യന്റെ നൊമ്പരം. കിരീടം എന്ന് പറഞ്ഞ സിനിമയിൽ അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രബന്ധ. മകനെ SI ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന തിരക്കന്റെ കഥാപാത്രം സേതുമാധവൻ എന്ന് പറയുന്ന അതിലേക്ക് എല്ലാം ക്വാളിഫൈഡ് ആയിട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരൻ കീരിക്കാടൻ ജോസ് എന്ന് പറയുന്ന വില്ലൻ കഥാപാത്രം. അതിന് മുമ്പിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ കൊലപാതകയായിട്ട് അക്രമകാരിയായിട്ട് മാറേണ്ടി വരുന്ന ഗതിക്കേട്ട് അതിന് തുടർച്ചയായിട്ട് പിന്നെ ചെങ്കോൾ സിനിമ വരുന്നു. ഭരതം ജ്യേഷ്ഠനും അനിയനും തമ്മിലുള്ള ബന്ധവും ഈഗോയും, ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ഈഗോയും, നെടുമുടി വേണുവും പിന്നെ മോഹൻലാലുമാണ് കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചത്. അമരത്തിന് ഉള്ളത് അച്ചൂട്ടി എന്ന് പറയുന്ന പിന്നെ മമ്മൂട്ടിയുടെ കഥാപാത്രവും മാധു ആദ്യമായി മലയാള സിനിമയിൽ പിന്നെ മലയാള സിനിമയിൽ തന്നെ സിനിമയിൽ തന്നെ ഫസ്റ്റ് എൻട്രി ചെയ്തിരുന്നു തോന്നുന്നു മാധു. പിന്നെ അച്ഛനും മകളും തമ്മിലുള്ള അച്ചൂട്ടിയും പിന്നെ മകളും തമ്മിലുള്ള ആ ഒരു ബന്ധം, അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം, ഒരിടത്ത് അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം, ഒരിടത്ത് അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം, മറ്റിടത്ത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം, തനിയാവർത്തനം. അതാണ് തോന്നുന്നു ലോഹിതദാസിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ്. സ്വന്തം മകന് മാനസികമായി വിഭ്രാന്തിയുള്ള സ്വന്തം മകന് ഭക്ഷണത്തിന് വിഷം കൊടുത്ത് കൊല്ലേണ്ടി വരുന്ന ഒരു അമ്മയുടെ ഗതികേടിനെ കുറിച്ച് അവതരിപ്പിക്കാൻ കവിയൂർ പൊന്നമ്മയും മമ്മൂട്ടിയായിരുന്നു എനിക്ക് തോന്നണേ. അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, എല്ലാ ബന്ധങ്ങളുടെയും തീവ്രതയെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുള്ള ആളാണ് ലോഹിതദാസ്. അപ്പം ലോഹിതദാസിന്റെയൊക്കെ സ്ക്രിപ്റ്റിനകത്ത് അങ്ങനത്തെ ഈ എടുക്കാച്ചെറുക്കുകളൊന്നും കൊണ്ടുവരാറില്ല, കഴിവുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നത്. ഇവൻ ഈ കമ്മട്ടിപ്പാടത്തുകാരന് പിന്നെ കഴിവിന്റെ പുറത്തല്ല, അവന് ആ ലുക്കാണ്, അവന്റെ സ്വഭാവം അതാണ്, അവന്റെ ക്യാരക്ടർ അതാണ്, അവന്റെ മാനസ് അതാണ്, അവൻ അതേ ശീലമുള്ളൂ. അവനടുത്ത് ഈ വില്ലത്തരം അവന്റെ പിന്നെ ജന്മഗുണമായിട്ട് കൂടെയുള്ളതാണ്. അവൻ വളർന്നു വന്ന സാഹചര്യം അങ്ങനെയാണ്, മോൾഡ് എതിർക്കുന്ന സാഹചര്യം അതാണ്, ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതാണ്. അങ്ങനെ സിന്തറ്റിക് ലഹരി മറ്റൊന്നും എല്ലാം അടിച്ചിട്ടല്ലേ ചെയ്യണേ. അപ്പൊ അവനെ പോലെയുള്ള ക്രിമിനലിന് പറ്റിയിട്ടുള്ള ക്രിമിനൽ പിന്നെ പശ്ചാത്തലമുള്ള വില്ലൻ കഥാപാത്രങ്ങൾ അവന് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും അവനല്ല വിഷയം. ഞാൻ പറയട്ടെ, പിന്നെ വീണ്ടും ഇയാളിലേക്ക് വരാം, മമ്മൂട്ടിയിലേക്ക്. മമ്മൂട്ടി എന്തിനാണ് ഈ വയസ്സുകാലത്ത് ഈ മാതിരി വൃത്തികെട്ട ക്രിമിനലുകളെ വെച്ചിട്ട് ഫാൻസ് അസോസിയേഷൻ നടത്തുന്നത്? അയാളെ ഫാൻസ് അസോസിയേഷൻ പിരിച്ചുവിടണം. എനിക്ക് ഫാൻസ് വേണ്ട, എന്റെ സിനിമ ഫാൻസ് ഇല്ലാതെ കാണുന്നവർ കണ്ടാൽ മതി എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണം പത്മശ്രീ മമ്മൂട്ടിക്ക്. അല്ലാതെ ഇനി പത്മവിഭൂഷണ് വേണ്ടിയിട്ട് പിന്നെ BJP-ക്കാരായിട്ട് ചർച്ച നടത്താനല്ല പോണ്ടേ. പ്രകാശ് ജാവദേക്കറെ തലയിൽ മുണ്ടിട്ട് പോയിട്ട് കണ്ടിട്ട് ഞാൻ കൈരളി ടിവിയുടെ പിന്നെ ഭാരവാഹിത്വം ഒഴിയാം എന്ന് പറഞ്ഞിട്ട് ഓഫർ കൊടുത്തിട്ട് എനിക്ക് പത്മഭൂഷൺ കിട്ടണം, പിന്നെ മറ്റേ പത്മഭൂഷൺ കിട്ടണം എന്നുള്ളത് പറയാതെ ചർച്ച നടത്താനല്ല പോണ്ടേ.
ആൻഡോ ജോസഫിനെയും രമേശ് പിഷാരടിയും ഉപയോഗിച്ചുകൊണ്ട് അത്രയും കളികൾക്ക് നേതൃത്വം കൊടുക്കല്ല വേണ്ടേ? അദ്ദേഹത്തിന് അംഗീകാരമുണ്ട്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ എനിക്കിഷ്ടമാണ്. എല്ലാവരും എഴുതി തള്ളിയ ഡാനി സിനിമയും പോയി കണ്ടിട്ടുള്ളതാ, പൊന്തമാട കണ്ടിട്ടുള്ള, വിധേയം കണ്ടിട്ടുള്ളതാ. ടർബോ ജോസും മറ്റൊന്നും കാണാൻ പോയിട്ടില്ല എന്നുള്ള, അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. ഇവിടെ പോണാനാളെ എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർ പറയുന്നുണ്ട്. കഥ അറിയാതെ ആട്ടം കാണുന്നവരാണ് അത്രയും കമന്റുകൾ ഇടുന്നത് എന്നുള്ളത് ഞാൻ പറയുന്നത്. ഞാനിവിടെ വേറെ ഒരുത്തരം നമ്പാൻ പോയിട്ടില്ല. ഞാൻ ഉണ്ണിമൂന്നിന് വേണ്ടി ഞാൻ ഇതുവരെ നല്ല പോസ്റ്റർ ഇട്ടിട്ടില്ല. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഫഹദിനെയും പൃഥ്വിരാജിനെയൊക്കെ എനിക്ക് പിന്നെയും കുറച്ചുകൂടി എന്ന് വെച്ചാൽ, ഫഹദ് ഒന്നുമല്ല, ഈ മറ്റേ ആ പാട്ടിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ക്രൂവിന്റെ മുമ്പിൽ അവർ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കും, ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇങ്ങനെ തല അപ്പുറത്തേക്ക് ഇട്ടിട്ട് ആ പാട്ടിയെ മറന്നുപോയി. ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫഹദ് നസ്രിയ റിലേഷൻഷിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. സുപ്രീം പൃഥ്വിയും തമ്മിലുള്ള ബന്ധം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. കെട്ടുകാഴ്ചകളില്ല സിനിമയിലല്ലാതെ അവരാരും അഭിനയിക്കാറില്ല. അവരെന്താണോ ജെന്യുവനായിട്ട് അങ്ങനെ നിൽക്കുന്നത്. ഫഹദ് ആണെങ്കിലും നസ്രിയ ആണെങ്കിലും സുപ്രിയ ആണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും ഒക്കെയുള്ള ഗുണം അതാ. വേണ്ട, ഇയാളുടെ മകൻ ദുൽഖറിനെ പോലെ എനിക്കിഷ്ടമാണ്. ദുൽഖറിന്റെ സിനിമ കരിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്നെ എന്റെ കസിൻസും എന്റെ അനിയത്തിമാരും ഒക്കെ നിർബന്ധിച്ചു. കാരണം വെച്ചാൽ എനിക്ക് എടുത്തിയാട്ടം കൂടുതലാണ്. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് താവും. 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ കൂടാവും. കലി സിനിമ ഞാൻ നിർബന്ധമായിട്ട് കാണുന്നുണ്ട്. എന്നെ എല്ലാവരും വിളിച്ച് നിർബന്ധിച്ചു. അങ്ങനെ ഞാൻ ദോഹയിൽ വെച്ചിട്ട് അന്ന് എന്റെ ഭാര്യയെ ടേപ്പരിച്ചിട്ടില്ല. അപ്പൊ അവളോടും വിളിച്ച് എല്ലാവരും പറഞ്ഞു അവനെ കൊണ്ടേ കാണിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മുൻകോപായിരുന്നു, ഷോർട്ട് ടെമ്പർ ആയിരുന്നു. പെട്ടെന്ന് 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ മാറും. പക്ഷെ ഇവരുടെ ഞാൻ 5 മിനിറ്റ് മുമ്പ് പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ചിട്ട് ഇവർ പിന്നെയും ദേഷ്യം പിടിച്ചിരിക്കും. അതേപോലെ തന്നെ മറ്റേ സ്പിരിറ്റ് മോഹൻലാലിന്റെ ഞാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ 2011 16 തോന്നുന്നു. 12 ഞാൻ ചുങ്കത്ത് താമസിച്ചു. പിന്നീട് 16 തിരിച്ചു ചുങ്കത്തേക്ക് പോകണം. അതിൽ ഒന്നുകിൽ 12 അല്ലെങ്കിൽ 2016 അനിയത്തിമാരെയും എല്ലാവരെയും കൂടി കൂട്ടിയിട്ടാണ് 12 എനിക്ക് തോന്നണേ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ സിനിമ നിലമ്പൂര് ഫെയർലാൻഡിൽ വെച്ചിട്ടാണ് കണ്ടേ. കലി കണ്ടത് ദോഹയിൽ വെച്ചിട്ടാണ് കണ്ടേ, ഖത്തറിൽ വെച്ചിട്ട്. ആ സിനിമ കാണുന്നു വെച്ചാൽ എന്റെ ഈ ആൽക്കോളിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ, ബ്ലാക്ക് ഔട്ട് സ്റ്റേജ്, ആൽക്കോളിക് ഡിസോർഡർ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ വല്ലാതെ പോയിരുന്ന സമയമാണ്. അന്നൊന്നും ഈ സമയമാകുമ്പോൾ എനിക്കിങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുന്ന മാനസികാവസ്ഥ നോവില്ലേ. എവിടെയും കിടന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല, അങ്ങനെയൊക്കെയുള്ള കാലമായിരുന്നു. അവനെ നിർബന്ധപൂർവ്വം കൊണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇയാൾ ചെയ്യേണ്ടത് ഈ ഫാൻസ് അസോസിയേഷൻ ഈ വയസ്സുകാലത്ത് പിരിച്ചുവിടുക. ഈ തമ്മനം ഫൈസലും ഈ മനാഫ് അലുവ ഒന്നെന്നെ പറയുന്നു ഞങ്ങൾ മമ്മൂക്കയുടെ ഫാൻസാണ് എന്നുകൊണ്ട് മറ്റേ ഈ 2 എണ്ണത്തിനെ ഞെട്ടിക്കുക. അവൻ തന്നെ പറയുന്നു ഞാൻ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്. കാരണം അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ അല്ല. ഞാനത് അന്ന് തന്നെ എനിക്ക് തോന്നി ഇത് എടുത്ത് ചിലപ്പോൾ റിമൂവ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളത്. ഞാൻ സ്റ്റോർ ചെയ്തതിന് മുമ്പ് ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചു. ഞാൻ ലാപ്ടോപ്പിലേക്ക് അത് മാറ്റി. കാരണം ഫോണിനകത്ത് മെമ്മറി അധിക ശേഷിയില്ല. ഞാൻ എന്തെടുത്താലും എല്ലാ ലാപ്ടോപ്പിലേക്കോ ഹാർഡ് ഡിസ്കിലേക്കോ മാറ്റും. ഇനി അവന്മാരൊക്കെ എൻ്റെ കൈയും കാലം തല്ലി പിടിച്ചപ്പോഴും ഞാൻ ആ വീഡിയോ ഇട്ട് കൊടുക്കൊന്നുമില്ല. കൊന്നു കളഞ്ഞാൽ ഈ മലയാള സിനിമയുടെ മഹാരാധനയൊക്കെ നിങ്ങൾ ചോദ്യം ചെയ്യണം. വൃത്തികെട്ട സ്വഭാവം കാണിക്കുന്നത്, എന്ത് തോന്നിയ അസുഖം കാണിക്കാന്നുള്ള രീതിയിൽ ഇയാള് ടർബോ ആഘോഷം, ഗുണ്ടകൾ, 6 കേസിലെ പ്രതിയായിട്ടുള്ള ക്രിമിനൽ മനാഫ്, ഇവനൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടം കൊടുക്കുന്ന ഓൺലൈൻ മീഡിയക്കാര്, തമ്മനം ഫൈസൽ, കഷ്ടം. നമുക്ക് നിങ്ങളോട് സഹതാപം തോന്നുന്നു നിങ്ങളുടെ ഗതികൾ ആലോചിച്ചിട്ട്. ഒരു കാലത്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇവിടുത്തെ യൂസഫലിക്ക നിങ്ങളുടെ സുഹൃത്താണ്, പിണറായി വിജയൻ നിങ്ങളുടെ സുഹൃത്താണ്, ജോൺ ബ്രിട്ടാസ് നിങ്ങളുടെ സുഹൃത്താണ്, രമേശ് പിഷാരടി നിങ്ങളുടെ സുഹൃത്താണ്, ആന്റണി നിങ്ങളുടെ സഹയാത്രിയാണ്. ആന്റോ ജോസഫ്, ആന്റണിയല്ല, ആന്റണി ഒരു മോഹൻലാലിന്റെയാണ്. 2 പേർക്കും ഒരു അച്ഛന്മാരുണ്ട്, കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ എല്ലാ തോണിയിലും കാലെടുത്ത സമയത്ത് അതിന്റെ കൂട്ടത്തിൽ ഈ ഗുണ്ടകളുടെ തോണിയിലും കൂടി നിങ്ങൾ കാലിട്ടരുത്. നിങ്ങൾ സർവ്വസ്വീകാര്യനാവാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയമായിട്ടും ബാക്കിയുള്ളതിലൊക്കെ നിങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരടുത്തും സോപ്പിട്ടും മണിയടിച്ചും എല്ലാ രീതിയിലുള്ള നിൽക്കുന്നു. നിങ്ങൾക്ക് വേറെ കുറെ ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ നേടിക്കോ. ഇവിടെ പൈസ കൊടുത്ത് 10 ഭൂഷണമൊക്കെ മേടിച്ചിരുന്ന കാലമുണ്ട്. ഇപ്പൊ കുറച്ച് കാലമായിട്ടാണ് സാധാരണക്കാരന് കിട്ടാൻ തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് കിട്ടാൻ യോഗ്യതയുണ്ട്, അതിന് സംശയമൊന്നുമില്ല. ഒന്നല്ലെങ്കിൽ എന്റെ നാടായിട്ടുള്ള മഞ്ചേരിയിൽ അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് ചെയ്ത വ്യക്തി എന്നുള്ള രീതിയിലും നിങ്ങളുടെ സഹപ്രവർത്തകരായിരുന്ന ഇപ്പോഴത്തെ മഞ്ചേരി MLA UA ലത്തീഫ്, മുസ്ലിം ലീഗിന്റെ നേതാവ്, അദ്ദേഹത്തിന്റെ മക്കളൊക്കെ എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. നിങ്ങളുടെ സീനിയർ ആയിരുന്നു. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തത് ശ്രീധരൻ വക്കീലിന്റെ ഓഫീസിലാണ്. CS ശ്രീധരൻ നായർ, പഴയ ബാർ കൗൺസിൽ ചെയർമാൻ, പഴയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ
ശ്രീധരന്റെ ഓഫീസിലാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തത്. അവരുമായിട്ടൊക്കെയുള്ള വ്യക്തിപരമായ എനിക്കൊരു ബന്ധമുള്ള ആൾക്കാരാണ്. അവർക്കൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷേ ആ ഇഷ്ടത്തെ ദുരുപയോഗപ്പെടുത്തരുത്. ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കാൻ, ക്രിമിനലുകളെ നിങ്ങളുടെ ഫാൻസ് അസോസിയേഷൻ തലപ്പത്തിൽ ഇരിക്കാൻ അനുവദിക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാൻസ് അസോസിയേഷൻ വേണ്ടാന്ന്, നിങ്ങളെ സിനിമ നല്ലതാണെങ്കിൽ വിജയിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിനയത്തിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളെ ചാരിറ്റി പ്രവർത്തനം നടത്താൻ ഇവരെ ആരെയും സഹായം വേണ്ടല്ലോ. അതുകൊണ്ട് 74 വയസ്സുള്ള അഡ്വക്കേറ്റ് PA മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മമ്മൂട്ടിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരം ബന്ധങ്ങൾ വിച്ഛേദിക്കണം, ആ സംഘടന പിരിച്ചുവിടണമെന്ന് തന്നെയാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ദ്രോഹം എന്നുള്ളതിനപ്പുറത്ത് അത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. നിങ്ങളുടെ ഡിഗ്നിറ്റി അതിനകത്ത് കുറഞ്ഞു പോകും, നിങ്ങളുടെ ഇമേജിനെ നശിപ്പിച്ചു കളയും. പക്ഷേ നിങ്ങൾ ഞങ്ങളോട് ചെയ്യുന്ന, വരും തലമുറകളോട് ചെയ്യുന്ന, കേരളീയ സമൂഹത്തോട് ചെയ്യുന്ന തിന്മയാണ്, പാവമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.